നമസ്കാരം, വെൽക്കം ടു ഐ പ്ലസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സോഷ്യൽ വെൽഫെയർ സ്കീംസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ സോഷ്യൽ വെൽഫെയർ സ്കീംസുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പോൾ ഇവിടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില സ്കീംസ് ഉണ്ട്. പലപ്പോഴും നമ്മൾ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴൊക്കെ മിസ്സായി പോകുന്ന ചില സ്കീംസ്. പക്ഷേ എക്സാം ഇത് എപ്പോൾ വന്നാലും റാങ്ക് മേക്കിംഗ് പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത്. ഇതുകൂടാതെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ചില സ്കീംസും ഇന്ന് നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ സ്കീംസ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു വലിയ ടെൻഷനാണ്, ഒരുപാട് മേഖലയിലെ ഒരുപാട് പദ്ധതികൾ പഠിക്കണമെന്നത്. പക്ഷേ നമ്മൾ തരുന്ന ക്ലാസ് കൃത്യമായി ഫോളോ ചെയ്താൽ മതി. ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഡറിൽ ഡിവൈഡ് ചെയ്ത് കൃത്യമായി നമുക്ക് പഠിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാർത്താണ്ഡം എക്സ്പെരിമെൻ്റ്. അപ്പോൾ മാർത്താണ്ഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു പരീക്ഷണമാണ്. പദ്ധതികളൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന കാലത്തിന് മുമ്പ് നടപ്പാക്കിയ ഒരു പരീക്ഷണമാണ് മാർത്താണ്ഡം. പ്രത്യേകിച്ച് മലയാളികൾക്ക് നല്ല പരിചയമുള്ളൊരു സ്ഥലമാണ് മാർത്താണ്ഡം. തിരുവനന്തപുരവുമായിട്ട് ചേർന്ന് കിടക്കുന്ന കന്യാകുമാരിയിലെ പ്രദേശമാണ്. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പൊക്കെ അതെന്താണ്, കേരളവും തമിഴ്നാടും ഒക്കെ ചേർന്ന മദ്രാസിൻ്റെയും തിരുവിതാംകൂറിൻ്റെയൊക്കെ ഭാഗമാണ് മാർത്താണ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോണം, മാർത്താണ്ഡം എക്സ്പെരിമെൻ്റ് സ്റ്റാർട്ട് ചെയ്തത് 1920. അപ്പോൾ ശ്രദ്ധിച്ചോണം, മാർത്താണ്ഡം എക്സ്പെരിമെൻ്റ് സ്റ്റാർട്ട് ചെയ്തത് 1921. അപ്പോൾ മാർത്താണ്ഡ എക്സ്പെരിമെന്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, അത് ആരംഭിച്ചത് ഏത് വർഷമാണ്? 1921, 1921. അപ്പോൾ സ്കീംസ് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ഇതിനെ നമുക്ക് ഒന്നുകൂടെ ഫ്രെയിം ചെയ്ത് സിമ്പിളായിട്ട് പഠിക്കാം. അതായത് നമ്മൾ പഠിക്കുന്ന പദ്ധതികളുടെയൊക്കെ വർഷങ്ങൾ ഓർഡറിൽ ഓർക്കണം. അപ്പോൾ ആദ്യം പദ്ധതികളുടെ പേര്, വർഷം, എവിടെയാണ്, ആ ബേസിക് ആയിട്ടുള്ള കാര്യം എന്തിനു വേണ്ടിയാണ്. അപ്പോൾ ഒരുപാട് പദ്ധതികൾ, അതായത് ചിലപ്പോൾ നമ്മളൊരു 100 പദ്ധതികൾ പഠിക്കേണ്ടി വരുമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും സിമ്പിൾ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പദ്ധതി അത് ഏത് വർഷം, എന്താണ് അതിൻ്റെ മെയിൻ എയിം. ഇങ്ങനൊരു സ്ട്രക്ചർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എന്തിനു വേണ്ടി നിലകൊള്ളുന്നു, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, ആർക്ക് വേണ്ടിയാണെന്നുള്ളത് നമുക്ക് വായിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി വെക്കാം. പ്രത്യേകിച്ച് സ്കീംസുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ പരീക്ഷയ്ക്ക് എക്സ്പെക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ മാർത്താണ്ഡം എക്സ്പെരിമെന്റ് എന്ന ഒരു പരീക്ഷണമാണ്, അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതുകൊണ്ടാണ് അതൊക്കെ എക്സ്പെരിമെന്റ് എന്ന പേര് കൊടുക്കുന്നത്. ഏത് വർഷമാണ്? 1921. ഏത് വർഷമാണ്? 1921. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലാണെന്ന് മനസ്സിലായല്ലോ. ഇതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ സ്പെൻസർ ഹാച്ച്. പേര് ക്ലിയർ ആണോ? ഡോക്ടർ സ്പെൻസർ ഹാച്ച്. ഡോക്ടർ സ്പെൻസർ ഹാച്ച് പ്രധാനമായും 5 മേഖലകൾക്കാണ് ഇത് പ്രാധാന്യം കൊടുത്തത്. പ്രധാനമായും 5 മേഖലകൾക്കാണ് ഇത് പ്രാധാന്യം കൊടുത്തത്. സോഷ്യൽ വെൽഫെയർ സ്കീംസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒന്നുകിൽ ആരോഗ്യ മേഖലയിലുള്ള പദ്ധതികൾ കാണും, അല്ലെങ്കിൽ തൊഴിൽ മേഖലയിലുള്ളത് കാണും, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി കാണും, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി കാണും. അതുപോലെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ, മാനസികമായിട്ടുള്ള കാര്യങ്ങൾ, പല മേഖലകൾക്ക്, വ്യവസായങ്ങൾക്ക്, കൃഷിക്ക്, ഇങ്ങനെ പലത് ഫോക്കസ് ചെയ്ത് കാണും. അപ്പൊ ആദ്യകാലത്ത് വന്നൊരു പദ്ധതി ആയതുകൊണ്ട് ഇത് പ്രധാനമായിട്ടും 5 മേഖലകളെയാണ് ഫോക്കസ് ചെയ്തത്. അപ്പൊ ശ്രദ്ധിച്ചോണം, ഇറ്റ് അഡോപ്റ്റഡ് എ 5-fold ഡെവലപ്മെന്റ് അപ്രോച്ച്. ഇപ്പൊ സ്റ്റേറ്റ്മെന്റിലൊക്കെ വരുമ്പോൾ ഇതിന് നല്ല പ്രാധാന്യമുണ്ട്. മാർത്താണ്ഡം എക്സ്പെരിമെന്റ് മാർത്താണ്ഡം എക്സ്പെരിമെന്റ് എന്തിനെ ഫോക്കസ് ചെയ്തു? ഒരു 5-fold ഡെവലപ്മെന്റ് അപ്രോച്ചാണ്. ഈ 5-fold, ഈ 5 മേഖലകൾ ഏതെല്ലാം എന്ന് നമ്മൾ മസ്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അത് ബേസ് ആയിട്ട് മനുഷ്യന്റെ റൂറൽ ലിവിങ് സ്റ്റാൻഡേർഡ്സ്, അതായത് നമ്മുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടിയുള്ള പദ്ധതിയായിരുന്നു എന്ത്? മാർത്താണ്ഡം എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞ്. അപ്പൊ ജീവിത നിലവാരം ഉയർത്താൻ ഏതൊക്കെ മേഖലകൾ? ഒന്ന് സ്പിരിച്വൽ, ആത്മീയമായിട്ടുള്ളത്; മെന്റൽ, മാനസികമായിട്ടുള്ളത്; ഫിസിക്കൽ. അപ്പോൾ അവിടെ വ്യക്തികൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. രാജഭരണമാണ്, ബ്രിട്ടീഷ് ഭരണമാണ്, ആരെങ്കിലും ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണോ? ഇല്ലായ്മകളും അതേപോലെ ഇന്ന് കാണുന്ന സ്കീമുകളോ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഗവൺമെന്റ് സംവിധാനങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. സോ മനുഷ്യരെ സംബന്ധിച്ച് ഏറ്റവും ബേസ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ: 1 ആത്മീയത, 2 മാനസികമായിട്ടുള്ള വളർച്ച, 3 ശാരീരികമായിട്ടുള്ള ഉയർച്ച. ഈ 3 കാര്യങ്ങൾക്കും ശേഷം എക്കണോമിക്, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളും, ശേഷം സോഷ്യൽ ആക്ടിവിറ്റീസ്, സാമൂഹ്യപരമായ കാര്യങ്ങൾക്കുമാണ് പ്രാധാന്യം കൊടുത്തത്. അപ്പൊ ശ്രദ്ധിച്ചോണം, ഈ
മാർത്താണ്ഡം എക്സ്പെരിമെന്റ് ഒരു 5-fold ഡെവലപ്മെന്റ് അപ്രോച്ച് ആണ് എന്നതിന് പ്രാധാന്യമുണ്ട്. ആ 5 മേഖലകൾ അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത 5 കാര്യങ്ങൾ എന്തെല്ലാമായിരുന്നു? സ്പിരിച്വൽ, മെന്റൽ, ഫിസിക്കൽ, എക്കണോമിക്, സോഷ്യൽ ആക്ടിവിറ്റീസ്. സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് നല്ല പ്രാധാന്യമുള്ള പോയിന്റ് ആണ്. ക്ലിയർ ആണല്ലോ? ഇനി അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇപ്പൊ ആലോചിക്കണം, വർഷം 1921 വലിയ വ്യവസായങ്ങളോ സിസ്റ്റങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. ഇതിലൂടെ നമ്മൾ ഈ ഒരു പദ്ധതിയിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോഴേ നമ്മൾ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ട് പറയുമ്പോൾ പ്രൈമറി സെക്ടർ, അതായത് കൃഷിക്ക് പ്രാധാന്യമുള്ള കാർഷികപരമായ കാര്യങ്ങൾക്ക് പ്രാധാന്യമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പണ്ട് ജോലി ചെയ്തിരുന്ന അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം പണ്ട് ലഭിച്ചിരുന്ന സിസ്റ്റം കൃഷിയായിരുന്നു. സോ ഈ ഒരു പദ്ധതിയിലൂടെയും ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച ചില കാര്യങ്ങളുണ്ട്. ഒന്ന് പോൾട്രി ഫാമിംഗ് ആണ്. രണ്ടാമത്തത് ബീ കീപ്പിംഗ്. അപ്പം നമുക്ക് ഈ പറഞ്ഞ ജീവികളെ വളർത്തുന്നു, അപ്പം കോഴി അങ്ങനെയുള്ള ജീവജാലങ്ങളൊക്കെ വളർത്തുന്നു, തേനീച്ചകളെ വളർത്തുന്നു, അതുപോലെ വീവിങ്, നെയ്ത്തിന് പ്രാധാന്യം നൽകുന്നു. ഇതിലൂടെയൊക്കെ എന്താണ്? റൂറൽ ഫാമിലീസിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുക. നമ്മുടെ നാട്ടിൽ സാധാരണ നാട്ടിലും കാണുന്നത് എങ്ങനെയല്ലയോ, ഒരു വീട്ടിൽ കോഴിയോ താറാവിനെയൊക്കെ വളർത്തിക്കഴിഞ്ഞാൽ മെയിനായിട്ടും അവർ മുട്ടയൊക്കെ വിറ്റ് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയാണ്. മീൻസ് അവർക്കൊരു ഇൻകം ആണത്. അതുപോലെ നമ്മുടെ നാട്ടിൽ ഇന്ന് വലിയൊരു വ്യവസായം പോലെ തന്നെ ആൾക്കാർ കാണുന്നതാണ് തേനീച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പം ഇത് പിന്നെ വീവിങ്, ഇന്ന് കമ്പനികളാണ്, പണ്ടങ്ങനെ ആയിരുന്നില്ല, വീടുകളിൽ തന്നെ ആൾക്കാർക്ക് അതിനുള്ള കേപ്പബിലിറ്റിയും സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പദ്ധതിയിലൂടെ പോൾട്രി ഫാമിങ്ങിനും ബീ കീപ്പിങ്ങിനും വീവിങ്ങിനൊക്കെ ആണ് പ്രാധാന്യം കൊടുത്തത്. അതിലുള്ള ലക്ഷ്യമിട്ട് എന്താണ്? റൂറൽ ഫാമിലീസിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ ഓരോ പോയിന്റും എടുത്തു പറയുന്നത് എന്തിനാന്ന് മനസ്സിലായോ? ചിലപ്പോൾ ക്വസ്റ്റ്യൻ മാർത്താണ്ഡം എക്സ്പെരിമെന്റുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ തിരിച്ചറിയുക, അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെ, ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പം നമുക്ക് വേണ്ടത് 1921 ഇത് ആരംഭിച്ചു. നേതൃത്വം നൽകിയ വ്യക്തി ഡോക്ടർ സ്പെൻസർ ഹാച്ച് ആണ്. ഇതൊരു 5 മേഖലകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പദ്ധതിയായിരുന്നു. അതിൽ സ്പിരിച്വൽ, മെന്റൽ, ഫിസിക്കൽ, എക്കണോമിക്, സോഷ്യൽ ആക്ടിവിറ്റീസ്. പിന്നെ ഈ ഒരു പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്തതിലൂടെ എന്താണ്? റൂറൽ ഫാമിലീസിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമുണ്ടായിരുന്നു. അതിനുവേണ്ടി എന്തൊക്കെ സിസ്റ്റങ്ങൾ ഉണ്ടായിരുന്നു? പോൾട്രി ഫാമിംഗ് ഉണ്ടായിരുന്നു, ബീ കീപ്പിംഗ് ഉണ്ടായിരുന്നു, അതുപോലെ വീവിംഗ്, ഇതിനൊക്കെ പ്രാധാന്യം നൽകിയിരുന്നു. അപ്പോൾ ഈ ഒരു പദ്ധതിയിലൂടെ എന്താണ് ലക്ഷ്യം വെച്ചത്, ഏത് മേഖലയ്ക്കാണ് പ്രാധാന്യം കൊടുത്തത്, ആദ്യകാലത്ത് വന്നു എന്നൊരു പ്രാധാന്യമുണ്ട്. ഇനി ഒറ്റ വീടിൽ നമ്മൾ സാധാരണ ടെക്സ്റ്റുകളിൽ നോട്ട് വായിക്കുമ്പോൾ ഈ മാർത്താണ്ഡ എക്സ്പെരിമെന്റിനെ കുറിച്ച് ഒന്നും കാണാൻ സാധ്യതയില്ല. എന്നാൽ ഒറ്റ വീടിൽ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, മാർത്താണ്ഡം എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്തത് ഏത് വർഷമാണെന്ന്? 1921. അപ്പോൾ സിമ്പിൾ ആണല്ലോ. മാർത്താണ്ഡം എക്സ്പെരിമെന്റ് എന്ന് ഓർക്കുക, 1921. അവിടെ ഒരു വ്യക്തിയുടെ പേര് നമ്മൾ പഠിച്ചു, ഡോക്ടർ സ്പെൻസർ ഹാച്ച്. ഇതൊരു 5-fold ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണെന്ന് പറഞ്ഞു. 5 മേഖലകൾ എന്തെല്ലാം? ഇങ്ങനൊരു പദ്ധതി വന്നതിലൂടെ റൂറൽ ഫാമിലീസിന്റെ ഇൻകം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് മെയിനായിട്ടും ഉണ്ടായിരുന്നത്. ഇത് ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് അടുത്ത പദ്ധതിയിലേക്ക് പോകാം. അടുത്തത് ഗുർഗാവോൺ എക്സ്പെരിമെന്റ്. ഹരിയാന, അന്നത്തെ പഞ്ചാബ് പ്രവിശ്യയാണ്. ഇന്ന് നമ്മൾ ഹരിയാനയിലുള്ള റീജിയൻ ആണ് ഗുർഗാവോൺ എക്സ്പെരിമെന്റ്. ശ്രദ്ധിച്ചോണം, യഥാർത്ഥത്തിൽ ഈ ഗുർഗാവോൺ എക്സ്പെരിമെന്റ് 1920s ഇത് 20s തുടങ്ങി 30s വരെ നീണ്ടു നിന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 1921 ശേഷം 20 പഠിക്കുന്നത് കേട്ടോ. അപ്പൊ ടെക്സ്റ്റുകളൊക്കെ നോക്കുമ്പോൾ 1920s to 1930s എന്നൊക്കെ കാണും. അപ്പൊ സ്റ്റാർട്ട് ചെയ്തൊരു വർഷമായിട്ട് നമ്മൾ ഓർക്കേണ്ടത് 1920 ആണ്. അന്ന് ആ പ്രവിശ്യയിലെ ബ്രിട്ടീഷ് സബ് കളക്ടർ ആയിരുന്ന FL ബ്രെയിൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇങ്ങനൊരു പദ്ധതി ഇനിഷ്യേറ്റ് ചെയ്തത്. അപ്പൊ ശ്രദ്ധിച്ചോണം, ഗുർഗാവോൺ എക്സ്പെരിമെന്റ് ഏത് വർഷമാണ്? 1920, 1920 ഇത് ലീഡ് ചെയ്ത വ്യക്തിയുടെ പേരാണെന്ത്? FL ബ്രെയിൻ. പഞ്ചാബ് പ്രവിശ്യയുടെ റീജിയനിലാണ് ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നത്. പ്രധാനമായിട്ടും ഈ പദ്ധതി എയിം ചെയ്തത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് ഇൻ അഗ്രികൾച്ചർ സെക്ടർ. ഞാൻ പറഞ്ഞിരുന്നു ആദ്യകാലത്തുണ്ടായിരുന്ന എല്ലാ പദ്ധതികളുടെയും മെയിൻ ലക്ഷ്യം എന്താണ്? അഗ്രികൾച്ചർ സെക്ടർ. കാരണം ഇന്ത്യ ഒരു കാർഷിക സംസ്കാരമുള്ള രാജ്യമാണ്. പിന്നീടാണ് ഡെവലപ്മെന്റ്സിലൂടെ അതിലൊക്കെ മാറ്റങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോണം, ഡെവലപ്മെന്റ് ഇൻ അഗ്രികൾച്ചർ സെക്ടർ അതായിരുന്നു ഏത് പദ്ധതിയുടെ മെയിൻ എയിം? ഗുർഗാവോൺ എക്സ്പെരിമെന്റിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഗുർഗാവോൺ എക്സ്പെരിമെന്റ് ഏത് വർഷം സ്റ്റാർട്ട് ചെയ്തു? 1920. അതേപോലെ ഇത് ലീഡ് ചെയ്ത വ്യക്തിയാണ് ആര്? FL ബ്രെയിൻ. ലീഡ് ചെയ്ത വ്യക്തിയാണ് FL ബ്രെയിൻ. ഇത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നതാണ് ഡെവലപ്മെന്റ് ഇൻ അഗ്രികൾച്ചർ സെക്ടർ. ഡെവലപ്മെന്റ് ഇൻ അഗ്രികൾച്ചർ സെക്ടർ.
ഇനി ഈ പ്രോഗ്രാം എന്തിനൊക്കെ ഫോക്കസ് ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അഗ്രികൾച്ചർ ആൻഡ് ഹെൽത്ത്, ഒന്ന് കൃഷിക്കും ആരോഗ്യ മേഖലയ്ക്കും പ്രാധാന്യം നൽകി. അതായത് ഈ പ്രോഗ്രാം ഫോക്കസ് ചെയ്ത ഓരോ മേഖലകളെ കുറിച്ചാണ്. നമ്മൾ മെയിൻ എയിം എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു, അഗ്രികൾച്ചർ സെക്ടറിന് പ്രാധാന്യം നൽകുക എന്നുള്ളതാണ്. ഇതുകൂടാതെ ഇത് അഗ്രികൾച്ചർ ആൻഡ് ഹെൽത്ത് മേഖലയ്ക്ക് ഫോക്കസ് ചെയ്തു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രൊമോട്ടഡ് സയന്റിഫിക് ഫാമിംഗ് ആൻഡ് സാനിറ്റേഷൻ ത്രൂ മാനുവർ പിറ്റ്സ്. അപ്പം കാർഷിക മേഖലയിൽ ശാസ്ത്രീയപരമായ മാറ്റങ്ങളെ പ്രൊമോട്ട് ചെയ്തു. പിന്നെ നമുക്കറിയാം വേസ്റ്റ് മാനേജ്മെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട മാനുവർ പിറ്റ്സ് എന്ന് പറയുന്ന സംവിധാനവും ഇത് കൊണ്ടുവന്നു. ഈ ഒരു പദ്ധതിയിലൂടെയാണ് ഈ പ്രത്യേകിച്ച് പഞ്ചാബ് പ്രവിശ്യയിലാണ് ഇങ്ങനൊരു സംഭവം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. രണ്ടാമത് വില്ലേജ് ഗൈഡ്സ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതായത് ട്രെയിനഡ് ലോക്കൽ ഏജൻസ് വെയർ യൂട്ടിലൈസ്ഡ് ആസ് മൾട്ടിപർപ്പസ് എക്സ്റ്റൻഷൻ വർക്കേഴ്സ്. അതായത് ഈ പദ്ധതി വെറുതെ നടപ്പാക്കുകയല്ല, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ലോക്കലായിട്ടുള്ള ആളുകൾക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് അവരെ ഈ പദ്ധതിയുടെ ലീഡ് ചെയ്യാനുള്ള വ്യക്തികളാക്കി മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ അഗ്രികൾച്ചർ ആൻഡ് ഹെൽത്ത്, വില്ലേജ് ഗൈഡ്സ് എന്നൊരു കൺസെപ്റ്റ് ഈ പ്രോഗ്രാം ഫോക്കസ് ചെയ്തപ്പോൾ അവർ ക്രിയേറ്റ് ചെയ്തു. മൂന്നാമത്തത് സോഷ്യൽ ആൻഡ് എക്കണോമിക് റീഫോം. ഇതിലൂടെ അഡ്രസ്ഡ് എഡ്യൂക്കേഷൻ വയ ടീച്ചേഴ്സ് ആൻഡ് പ്രൊമോട്ടഡ് വുമൻസ് എംപവർമെന്റ് ത്രൂ എ ഡൊമസ്റ്റിക് സ്കൂൾ ഓഫ് എക്കണോമിക്സ്. അപ്പോൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ ആൻഡ് എക്കണോമിക് റീഫോം, സാമൂഹ്യപരമോ സാമ്പത്തികപരവുമായ ഒരു സാമൂഹ്യപരവും സാമ്പത്തികപരവുമായിട്ടുള്ള ഒരു പുതിയ നയത്തിനത് തുടക്കം കുറിച്ചു. കാരണം കാലഘട്ടം ഓർത്തോണം, 1920 കാലഘട്ടമൊക്കെയാണ്. ഇപ്പം ജനങ്ങൾക്ക് സാമ്പത്തിക അച്ചടക്കതയോ അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടുള്ള ഡെവലപ്മെന്റ്സ് ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. അപ്പം എന്ത് വെച്ച് കഴിഞ്ഞാൽ ഈ വിദ്യാഭ്യാസമുള്ള ആളുകളെ നമ്മളിപ്പോഴും പലപ്പോഴും പറയാറില്ലയോ, അംബാസഡർമാരാക്കി മാറ്റുന്നു, പ്രൊമോട്ടർമാരാക്കി മാറ്റുന്നു. അതുപോലെ വിദ്യാഭ്യാസമുള്ള ആളുകളെ, പ്രത്യേകിച്ച് ടീച്ചേഴ്സിനെയും അതേപോലെ ആ മേഖലയിൽപ്പെട്ട ആളുകളൊക്കെ വനിതാ ശാക്തീകരണത്തിന് വേണ്ടിയും, അതുപോലെ ഡൊമസ്റ്റിക് സ്കൂൾ ഓഫ് എക്കണോമിക്സ്, അതായത് നമ്മൾ സാമ്പത്തിക അച്ചടക്കം നമ്മളെ വീടുകളിലെത്തി പഠിപ്പിക്കുക എന്നൊരു കൺസെപ്റ്റ്. അന്ന് സ്കൂളുകളോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒന്നുമല്ല, നമുക്ക് ഇതിനുള്ള അവയർനെസ് നൽകാൻ വേണ്ടി വിദ്യാഭ്യാസമുള്ള ആളുകളെ, പ്രത്യേകിച്ച് ടീച്ചേഴ്സിനെ, നമുക്ക് ഇന്നും അറിയാവുന്നതാണ്, നമ്മൾ സെൻസസ് പോലുള്ള കാര്യങ്ങളിൽ സർക്കാർ ഉദ്യോഗസ്ഥരിൽ ഏറ്റവും കൂടുതൽ വെക്കുന്നവരാണ് ടീച്ചേഴ്സിനെയാണ്. കാരണം ആളുകൾക്കുമായിട്ടും പേരൻസുമായിട്ടൊക്കെ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ഉള്ള അവർക്കാണ്. ആ ഒരു ഇത് വെച്ചിട്ടാണ് സോഷ്യൽ ആൻഡ് എക്കണോമിക് റീഫോം എന്നൊരു കൺസെപ്റ്റും ഇതിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഗുർഗാവൺ എക്സ്പെരിമെന്റിനെ കുറിച്ച് ഓർത്തിരിക്കേണ്ടത് 1920s നമ്മൾ നോട്ട് വായിക്കുമ്പോൾ 1922 1930s കാണും. 1920 സ്റ്റാർട്ട് ചെയ്തെന്ന് ഓർത്തിരിക്കുക. FL ബ്രെയിൻ എന്ന് പറയുന്ന അന്നത്തെ പഞ്ചാബ് പ്രവിശ്യയിലെ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഇത് ലീഡ് ചെയ്തത്. ഡെവലപ്മെന്റ് ഇൻ അഗ്രികൾച്ചർ സെക്ടർ അതായിരുന്നു ഈ പദ്ധതിയുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. പിന്നെ ഈ പ്രോഗ്രാം മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് 1 അഗ്രികൾച്ചർ ആൻഡ് ഹെൽത്ത്, 2 വില്ലേജ് ഗൈഡ്സ് എന്ന കൺസെപ്റ്റ്, 3 സോഷ്യൽ ആൻഡ് എക്കണോമിക് റീഫോം എന്നൊരു കൺസെപ്റ്റ്. ജസ്റ്റ് 3 വേർഡുകളും വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി, അവിടെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ 2 പരീക്ഷണങ്ങൾ നമ്മൾ കണ്ടു, മാർത്താണ്ഡം എക്സ്പെരിമെന്റും ഗുർഗാവൺ എക്സ്പെരിമെന്റും. രണ്ടും ഓക്കെ ആണല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിന് പകരം തന്നെ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഓരോ പദ്ധതികൾ സ്റ്റാർട്ട് ചെയ്ത ഇയർ, മെയിൻ എയിം, അത് ഒരു സ്ട്രക്ചർ പോലെ നമ്മുടെ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഓരോ പദ്ധതികളുടെയും ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ട് നമുക്ക് എന്താണ്, എന്തിനു വേണ്ടി പ്രവർത്തിച്ചു, എന്തൊക്കെയായിരുന്നു എയിം, എന്തൊക്കെയായിരുന്നു അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, എന്തൊക്കെയായിരുന്നു അതിൻ്റെ ബെനിഫിറ്റ്സ് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി അടുത്തത് ശ്രീനികേതൻ എക്സ്പെരിമെന്റ്. ഇത് തീർച്ചയായിട്ടും എല്ലാവരും കേൾക്കാൻ സാധ്യതയുള്ളതാണ്. സാധാരണ നമ്മൾ എല്ലായിടത്തും കേൾക്കുന്നതാണ് ശ്രീനികേതൻ എന്നൊരു വാക്ക്. ശ്രീനികേതൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും മനസ്സിലേക്ക് ആദ്യം വരുന്ന വ്യക്തി ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. നമുക്കറിയാം രവീന്ദ്രനാഥ് ടാഗോർ ഒരു കവി എന്ന രീതിയിൽ നമുക്കറിയാം രവീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്ന വ്യക്തി ഒരു കവി എന്നതിനപ്പുറം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും ഒരു സോഷ്യൽ റിഫോമറും ഒക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹവും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ, ഇന്ത്യയുടെ സാമൂഹ്യ വളർച്ചയിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്. അതിലൊന്നാണ് ശ്രീനികേതൻ എക്സ്പെരിമെന്റ് 1922. അപ്പം ആദ്യം 21 കണ്ടു, പിന്നെ 20s എന്നൊരു കൺസെപ്റ്റ് കണ്ടു, അടുത്തത് 1922 ശ്രീനികേതൻ എക്സ്പെരിമെന്റ്. ശ്രീനികേതൻ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് വർഷമാണ്? 1922. അപ്പൊ രവീന്ദ്രനാഥ് ടാഗോർ ആയതുകൊണ്ട് തന്നെ അത് ലീഡ് ചെയ്ത വ്യക്തി ആരെന്ന് ചോദിച്ചാലാണ് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഏറ്റവും സിമ്പിൾ ഇതാണ്. അദ്ദേഹമായിട്ട് തന്നെ ഇത് പ്രധാനമായിട്ട് ഏത് മേഖലയെ ഫോക്കസ് ചെയ്തു നമുക്ക് സിമ്പിളായിട്ട് ഓർക്കാം. വെസ്റ്റ് ബംഗാളിനാണ് ഇത് പ്രാധാന്യം കൊടുത്തത്, അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളിൽ ഇംപ്ലിമെന്റ് ചെയ്തായിരുന്നു ശ്രീനികേതൻ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. എന്തായിരുന്നു ഇതിന്റെ ലക്ഷ്യം? എക്കണോമിക് ആൻഡ് സോഷ്യൽ കണ്ടീഷൻ ഓഫ് റൂറൽ പീപ്പിൾ ആൻഡ് മേക്ക് വില്ലേജസ് സെൽഫ് റിലയന്റ്. അതായത്
ഗ്രാമങ്ങളിലുള്ള ജനങ്ങളുടെ എക്കണോമിക് ആൻഡ് സോഷ്യൽ കണ്ടീഷൻ, അവരുടെ സാമ്പത്തികപരമായിട്ടും സാമൂഹികപരമായിട്ടുള്ള അവസ്ഥയിൽ ഇംപ്രൂവ്മെൻ്റ് കൊണ്ടുവരിക. അതേപോലെ വില്ലേജുകളെ സെൽഫ് റിലയൻ്റ് ആക്കുക, ഗ്രാമങ്ങളെ സ്വയം പര്യാപ്തമാക്കുക. അതായത് ഗ്രാമത്തിലുള്ള ജനങ്ങൾക്ക് ജീവിക്കാനുള്ളതും അതേപോലെ അവർക്ക് ഉള്ള വരുമാനവും ജോലിയും എല്ലാം ഗ്രാമങ്ങളിൽ തന്നെ ഉണ്ട്, അത് കണ്ടെത്താൻ അവരെ പ്രാപ്തരാക്കുക. ഇങ്ങനൊരു ലക്ഷ്യത്തോടു കൂടി വന്ന പദ്ധതിയായിരുന്നു എന്ത്? ശ്രീനികേതൻ എക്സ്പെരിമെന്റ്. അപ്പോൾ ശ്രീനികേതൻ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്ത വർഷം ഏതാണ്? 1922. ലീഡ് ചെയ്ത വ്യക്തി അല്ലെങ്കിൽ ഇങ്ങനെ ഇനിഷ്യേറ്റീവ് എടുത്ത വ്യക്തി ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ഏത് റീജിയനിലായിരുന്നു? വെസ്റ്റ് ബംഗാളിൽ. അപ്പൊ നമ്മൾ ആദ്യം മാർത്താണ്ഡം കണ്ടത് സൗത്ത് ഇന്ത്യയിലായിരുന്നു, അടുത്ത ഗുർഗാവോൺ കണ്ടത് പഞ്ചാബ് പ്രവിശ്യയിൽ, നേരെ നോർത്ത് ഇന്ത്യയിലേക്ക് പോയി. ഇത് വെസ്റ്റ് ബംഗാളിലാണ് ഈ ഒരു പദ്ധതി ഫോക്കസ് ചെയ്തത്. ഇപ്പൊ രവീന്ദ്രനാഥ് ടാഗോർ ആയിട്ട് തന്നെ അത്യാവശ്യം നല്ല പ്രാധാന്യമുള്ള പദ്ധതിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇംപ്രൂവ് റൂറൽ ലിവ്ലിഹുഡ് ആൻഡ് എക്കണോമി, അതായത് ഗ്രാമപ്രദേശങ്ങളിലെ ആളുകളുടെ ജീവിത നിലവാരവും സാമ്പത്തിക നിലവാരവും ഉയർത്തുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം. ഗ്രാമപ്രദേശത്തെ ജനങ്ങളുടെ ജീവിത നിലവാരവും സാമ്പത്തിക നിലവാരവും ഉയർത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. പ്രൊമോട്ട് സെൽഫ് സഫിഷ്യൻസി ഇൻ വില്ലേജസ്. യെസ്, ഗ്രാമങ്ങളിൽ തന്നെ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഗ്രാമങ്ങളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു കഴിവ്, അതിന് അവിടുത്തെ ജനങ്ങളെ പ്രാപ്തരാക്കുക. സെൽഫ് സഫിഷ്യൻസി, യഥാർത്ഥത്തിൽ ഗ്രാമങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്, പക്ഷേ അവരെ അത് മനസ്സിലാക്കി അവർക്ക് അതിനുവേണ്ട ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും കൊടുക്കുകയാണ് വേണ്ടത്. ഇനി സ്പ്രെഡ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ്, വിദ്യാഭ്യാസവും ഈ പറഞ്ഞ വിദ്യാഭ്യാസ മേഖലയിലും മറ്റു മേഖലയിലുമുള്ള അവയർനെസ് അവർക്ക് നൽകേണ്ടതായിട്ട് വന്നു. അപ്പം എഡ്യൂക്കേഷൻ സ്പ്രെഡ് ചെയ്യാമെന്ന ലക്ഷ്യം, അതേപോലെ ആളുകളെ ഇതുള്ള പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് അതുപോലെ ഇതുമുള്ള പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട ആളുകളെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിനുണ്ടായിരുന്നു. അപ്പോൾ ശ്രീനികേതന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആണ്: 1, ഇംപ്രൂവ് റൂറൽ ലിവ്ലിഹുഡ് ആൻഡ് എക്കണോമി; 2, പ്രൊമോട്ട് സെൽഫ് സഫിഷ്യൻസി ഇൻ വില്ലേജ്; 3, സ്പ്രെഡ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ്, വിദ്യാഭ്യാസവും അവബോധവും ജനങ്ങൾ സൃഷ്ടിക്കുക. അതും സാമൂഹികപരമായ പുരോഗതിയുടെ ഒരു വലിയ മൈൽ സ്റ്റോൺ തന്നെയാണ്. അടുത്തത് ഡെവലപ്മെന്റ് അഗ്രികൾച്ചർ ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രി, അതായത് കാർഷിക മേഖലയ്ക്കും കുടിൽ വ്യവസായത്തിനും പ്രാധാന്യം കൊടുക്കുക. കാരണം ആ കാലഘട്ടം അതാണ്. ഇന്ന് നമ്മൾ ലാർജ് ഇൻഡസ്ട്രീസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അന്ന് കൃഷി കൂടാതെ ഗ്രാമങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്തായിരുന്നു? കുടിൽ വ്യവസായമാണ്. ആ കുടിൽ വ്യവസായം പെട്ടെന്ന് നമ്മുടെ എക്കണോമിക് മേഖലയെ ശക്തിപ്പെടുത്തും, തൊഴിൽ സാധ്യതകൾ വർദ്ധിക്കുന്നതിന് റീസണായിട്ട് മാറും. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ശ്രീനികേതൻ പദ്ധതി എന്തിനു ഫോക്കസ് ചെയ്തത്? ഡെവലപ്പ് അഗ്രികൾച്ചർ ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസ്. ഇതുവരെ നമ്മൾ ഇൻഡസ്ട്രിയെ കുറിച്ച് കേട്ടില്ല. മാർത്താണ്ഡം പഠിച്ചപ്പോഴും ഗുർഗാവോൺ പഠിച്ചപ്പോഴും ഗ്രാമങ്ങളിൽ അവരുടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ഫോക്കസ് ചെയ്തത്. ഇവിടെ കൃഷി കൂടാതെ എന്തിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? കുടിൽ വ്യവസായത്തിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുമ്പോഴേ ശ്രീനികേതൻ എക്സ്പെരിമെന്റ് കോട്ടേജ് ഇൻഡസ്ട്രീസിനെ ഫോക്കസ് ചെയ്തു എന്നൊരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ അത് ശരിയാണ്, ക്ലിയർ ആണല്ലോ. ഇനി എൻകറേജ് കോപ്പറേറ്റീവ് ലിവിങ്, അതായത് പരസ്പര സഹകരണത്തോടെയുള്ള പരസ്പര സഹകരണത്തോടെയുള്ള മുന്നോട്ടുള്ള ജീവിതത്തെ ഇത് പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ മാത്രമേ നമുക്ക് സാമൂഹിക പുരോഗതി കൈവരിക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പൊ രവീന്ദ്രനാഥ് ടാഗോറൊക്കെ ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ മനുഷ്യൻ സാമൂഹികപരമായി സാമ്പത്തികപരമായി ഉയരുക, വിദ്യാഭ്യാസം നേടുക, ഇങ്ങനെയുള്ള ലക്ഷ്യമൊക്കെ മനസ്സിൽ വെക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഭാവിയിൽ ഇന്ത്യക്ക് ശക്തി പകരും എന്നൊരു ചിന്ത കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ക്ലിയർ ആണല്ലോ. അപ്പോൾ ശ്രീനികേതൻ എക്സ്പെരിമെന്റ് ഏത് വർഷമാണ്? 1922. ആരാണ് ഇങ്ങനെ ഒരു പദ്ധതി ഇനിഷ്യേറ്റ് ചെയ്തത്? രവീന്ദ്രനാഥ ടാഗോർ. മെയിനായിട്ട് ഏത് പ്ലേസിലാണ് ഇത് ഫോക്കസ് ചെയ്തത്? വെസ്റ്റ് ബംഗാളിലാണ്. ഇത് എന്താണ് മെയിനായിട്ടും ഈ ഒരു പദ്ധതി മെയിനായിട്ട് ലക്ഷ്യം വെച്ച് എന്താണ്? എക്കണോമിക് ആൻഡ് സോഷ്യൽ കണ്ടീഷൻ ഓഫ് റൂറൽ പീപ്പിൾ ആൻഡ് മേക്ക് ഇറ്റ്സ് വില്ലേജസ് സെൽഫ് റിലയന്റ്, അതായത് ഗ്രാമീണ മേഖലയിൽ ജീവിക്കുന്ന ആളുകളുടെ സാമ്പത്തികപരവും സാമൂഹികപരവുമായ ഉയർച്ചയും അതേപോലെ ഗ്രാമങ്ങളെ സ്വയം പര്യാപ്തമാക്കുക എന്നൊരു ലക്ഷ്യവുമാണ്. പിന്നെ അവിടെ നമ്മൾ കണ്ടു, ഗ്രാമീണ ജനങ്ങളുടെ ജീവന നിലവാരം ഉയർത്തുന്നു, സാമ്പത്തിക നിലവാരം ഉയർത്തുന്നു, വില്ലേജുകൾക്ക് സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് മാറ്റുന്നു, എഡ്യൂക്കേഷനും അവയർനെസ്സും പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ കൃഷിയോടൊപ്പം തന്നെ എന്തിനും കോട്ടേജ് ഇൻഡസ്ട്രീസിനും പ്രാധാന്യം കൊടുക്കുന്നു. ഒപ്പം തന്നെ കോപ്പറേറ്റീവ് ലീവിംഗ് എന്നൊരു കൺസെപ്റ്റും ഈ ഒരു പദ്ധതിയിലൂടെ കൊണ്ടുവരുന്നു. അപ്പം ആദ്യത്തെ 3 പദ്ധതികളും ക്ലിയർ ആണല്ലോ. മാർത്താണ്ഡം എക്സ്പെരിമെന്റ്, ഗുർഗാവോൺ എക്സ്പെരിമെന്റ്, അതേപോലെ രവീന്ദ്രനാഥ ടാഗോറുമായി ബന്ധപ്പെട്ട ശ്രീനികേതൻ എക്സ്പെരിമെന്റ്. ഇത് 3 ഓക്കെ ആണല്ലോ.
അപ്പൊ ഞാൻ പറഞ്ഞ റൂട്ട് സിമ്പിളായിട്ട് ഒരു ചെയിൻ പോലെ മുത്തുപോലെ കോർത്തു പോകണം. ആദ്യത്തെ പദ്ധതി ഇയർ ലക്ഷ്യം, അടുത്ത പദ്ധതി ഇയർ ലക്ഷ്യം, അടുത്ത പദ്ധതി ഇയർ ലക്ഷ്യം. ഇത് മൂന്നും ഓക്കെ ആണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് വായിച്ചു നോക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പദ്ധതിയിലേക്ക് പോകാം. സേവാഗ്രാം എക്സ്പെരിമെന്റ്. അപ്പൊ നമുക്ക് കൂടുതൽ ഫെമിലർ ആയിട്ടുള്ള സംഭവങ്ങളിലേക്ക് വരികയാണ്. സേവാഗ്രാം എക്സ്പെരിമെന്റ് 1936. ഇത് സ്കൂൾ ക്ലാസ്സുകൾ മുതൽ നമ്മൾ കേൾക്കുന്നതാണ്. ഇനിഷ്യേറ്റഡ് ബൈ മഹാത്മാഗാന്ധി. അപ്പോൾ സേവാഗ്രാം എക്സ്പെരിമെന്റ് എന്ന പദ്ധതിക്ക് പിന്നിൽ ആരായിരുന്നു? മഹാത്മാഗാന്ധിയാണ്. ഏത് വർഷമാണ്? 1936 ആണ്. ഇത് സ്റ്റാർട്ട് ചെയ്തത് സേവാഗ്രാം ആശ്രമം, വാർധ, മഹാരാഷ്ട്രയിലെ സേവാഗ്രാം ആശ്രമത്തിലാണ് ഈ ഒരു പദ്ധതി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ വെസ്റ്റ് ബംഗാളിൽ നമ്മൾ മുൻപ് ശ്രീനികേതൻ കണ്ടു. സേവാഗ്രാം പദ്ധതിക്ക് ഗാന്ധിജി തുടക്കം കുറിച്ച് എവിടെയാണ്? വാർധ, മഹാരാഷ്ട്രയിലെ വാർധ. അവിടുത്തെ ഒരു ആശ്രമമാണ് സേവാഗ്രാം ആശ്രമം എന്ന് പറയുന്നത്. അപ്പൊ ഗാന്ധിജിയെ സംബന്ധിച്ചോളം ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് നമ്മൾ കേൾക്കാറുണ്ട്. ഇന്ത്യയുടെ ആത്മാവ് ഉറങ്ങുന്നത് ഗ്രാമങ്ങളിലാണ്. പിന്നെ ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. എല്ലാവർക്കും തുല്യത ലഭിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥ. മനസ്സിലായല്ലോ? അപ്പൊ ഇതിനൊക്കെ ഈക്വൽ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് തന്നെയായിരുന്നു സേവാഗ്രാം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഒന്ന്, വില്ലേജ് സെൽഫ് സഫിഷ്യൻസി. നമ്മൾ സ്വയം പര്യാപ്തമായ വില്ലേജുകളെ കുറിച്ചുള്ള കൺസേൺ. നമ്മൾ ഗാന്ധിജിയുടെ സങ്കല്പങ്ങളിൽ എപ്പോഴും ഗ്രാമങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. ഇവിടെ സേവാഗ്രാം എക്സ്പെരിമെന്റിലും എന്തിനു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്? ഗ്രാമങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. രണ്ട്, സിമ്പിൾ ലിവിങ് ആൻഡ് ഹൈ തിങ്കിങ്. ഗാന്ധിജിയുടെ മറ്റൊരു കൺസെപ്റ്റാണ്. അതായത് ലളിതമായ ജീവിതവും ഉന്നത തലത്തിലുള്ള ചിന്തകളും ഒരു മനുഷ്യനെ എപ്പോഴും ഏറ്റവും ഉയർച്ചയിലേക്ക് നയിക്കുന്ന ഒരു ഘടകമായി ഗാന്ധിജി എന്നും പ്രൊമോട്ട് ചെയ്ത ഒരു രീതിയാണിത്. സിമ്പിൾ ലിവിങ് ആൻഡ് ഹൈ തിങ്കിങ് എന്ന് പറയുന്നത്. ഇനി എക്കണോമിക് ഇൻഡിപെൻഡൻസ് ഓഫ് വില്ലേജ്, അതായത് ഗ്രാമങ്ങൾ സാമ്പത്തിക സ്വയം പര്യാപ്തമാകണം. ഇതും ഗാന്ധിജി, നമ്മൾ ഗാന്ധിജിയുടെ രാമരാജ സങ്കല്പം അല്ലെങ്കിൽ ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന ഒരു സങ്കല്പം അല്ലെങ്കിൽ ഗാന്ധിയൻ സാമ്പത്തിക വ്യവസ്ഥ, ഇതെല്ലാം നോക്കിയാൽ ഈ ഒരു പോയിന്റ് കാണാൻ പറ്റും. എക്കണോമിക് ഇൻഡിപെൻഡൻസ് ഓഫ് വില്ലേജസ്. അടുത്തത് സോഷ്യൽ ഇക്വാലിറ്റി ആൻഡ് അപ്ലിഫ്റ്റ്മെന്റ്, അതായത് സാമൂഹ്യപരമായി എല്ലാവർക്കും ജാതി മത അതേപോലെ വർണ്ണവർഗ വ്യത്യാസമില്ലാതെ റീജിയന്റെ വ്യത്യാസമില്ലാതെ ഒരു ഇക്വാലിറ്റി ഗാന്ധിജി സ്വപ്നം കണ്ടിരുന്ന ഒരു ആശയമാണ്. ഇനി ശ്രദ്ധിച്ചോണം. അപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് എന്തൊക്കെയാണ്? ഗ്രാമങ്ങളുടെ സ്വയം പര്യാപ്തത, അതേപോലെ ഗ്രാമങ്ങളിലുള്ള ജനങ്ങൾക്ക് ഒരു സിമ്പിൾ ലിവിങ്ങും ഹൈ തിങ്കിങ് എന്നൊരു കൺസെപ്റ്റ്, അതേപോലെ ഗ്രാമങ്ങളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തതയെക്കുറിച്ച് പറയുന്നുണ്ട്, സോഷ്യൽ ഇക്വാലിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ ഗാന്ധിജി മുന്നോട്ട് വെച്ച ഈ ഒരു പദ്ധതിയിലൂടെ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സ്വദേശി. നമ്മൾ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു സംഭവമായിരുന്നു സ്വദേശി ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? യൂസ് ഓഫ് ലോക്കൽ ഗുഡ്സ്. നമ്മൾ നമ്മുടെ റീജിയനിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഗുഡ്സ് ഉപയോഗിക്കുക, സാധനങ്ങൾ ഉപയോഗിക്കുക. അപ്പൊ അതിന്റെ പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൽപാദനം കൂടും, അതനുസരിച്ച് ആളുകൾക്ക് തൊഴിൽ ലഭിക്കും, ആളുകൾക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടാകും. അതായത് മണി എന്ന് പറയുന്ന സംഭവം നമ്മുടെ ആ റീജിയനിൽ തന്നെ റൊട്ടേറ്റ് ചെയ്യപ്പെടും. അപ്പൊ എന്താണ്? ഇമ്പോർട്ടിങ് കുറയും. അതൊക്കെ നമ്മുടെ സമ്പദ് വ്യവസ്ഥ വളരാൻ കാരണമാകും എന്നൊരു കൺസെപ്റ്റ് ആദ്യകാലത്തുണ്ടായിരുന്നു. അതാണ് സ്വദേശി എന്ന് പറയുന്ന കൺസെപ്റ്റ്. രണ്ട്, ഖാദി ആൻഡ് സ്പിന്നിങ് യൂസിങ് ചർക്ക. നമ്മൾ പ്രാദേശികമായിട്ട് ചർക്കയിൽ തന്നെ നെയ്തെടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കൈകൊണ്ട് വീവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട അത്തരത്തിലുള്ള തുണിത്തരങ്ങൾ ഉപയോഗിക്കാൻ അദ്ദേഹം ആളുകളെ പ്രോത്സാഹിപ്പിച്ചു. പ്രൊമോഷൻ ഓഫ് കോട്ടേജ് ഇൻഡസ്ട്രീസ്. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചോണം, രവീന്ദ്രനാഥ ടാഗോറിന്റെ പദ്ധതിയിലും കോട്ടേജ് ഇൻഡസ്ട്രീസ് നമ്മൾ ആദ്യമായി കണ്ടു. ഗാന്ധിജിയുടെ സേവാഗ്രാം കൺസെപ്റ്റിൽ എന്തിനു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? കുടിൽ വ്യവസായത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ ചില സ്റ്റേറ്റുകളെ കുറിച്ചൊക്കെ പറയാറില്ലേ, തമിഴ്നാട് പോലുള്ള സ്റ്റേറ്റുകളിൽ കുടിൽ വ്യവസായമാണ് വലിയ സാമ്പത്തിക ഉയർച്ച ഉണ്ടാക്കുന്നതെന്ന്. അടുത്തത് ക്ലീൻനെസ് ആൻഡ് ഹൈജീൻ, അതായത് വൃത്തി. ജനങ്ങൾക്കുണ്ടാവേണ്ട അടുത്തൊരു ഗുണമായിട്ട് ഗാന്ധിജി കണ്ടത് വൃത്തിയാണ്. മനസ്സിലായല്ലോ? അതും ഈ പദ്ധതിയിലൂടെ മുന്നോട്ട് വെച്ചു. നോൺ വയലൻസ് ആൻഡ് ട്രൂത്ത്, അഹിംസയും സത്യവും, അങ്ങനെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ ഇതൊരു സേവാഗ്രാം ആശ്രമം. അപ്പോൾ ഒരു ആശ്രമം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന സ്ഥലമായിരിക്കും. അപ്പം അവിടെ ഗാന്ധിജി മുന്നോട്ട് വെച്ചത് മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടാകണം, അതായത്
പേഴ്സണൽ ഹൈജീൻ ഉണ്ടാവണം. അപ്പം തന്നെ ഒരു വ്യക്തിക്ക് വലിയ മാറ്റമല്ലേ ഉണ്ടാകുന്നത്. അതുപോലെ നമ്മുടെ ചുറ്റുപാടുകൾ വൃത്തിയായിരിക്കണം, അതിലൂടെ ഒരു ഡെവലപ്മെന്റ്. അടുത്തെന്താണ്? നോൺ വയലൻസ് ആൻഡ് ട്രൂത്ത്. നമ്മൾ അഹിംസയ്ക്കും സത്യത്തിനും പ്രാധാന്യം കൊടുക്കുന്നു. അപ്പം എന്താണ്? പേഴ്സൺസിന്റെ ഡെവലപ്മെന്റ് ഉണ്ടായി. അടുത്താണ് നമ്മൾ സമൂഹത്തിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോഴാണ് അവിടെ നമുക്ക് വരുമാനം ഉണ്ടാകാൻ വേണ്ടി ചെറുകിട വ്യവസായങ്ങൾ, പിന്നെ സ്വന്തമായിട്ട് തന്നെ നെയ്തെടുക്കുന്ന സംഭവങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നു. അതേപോലെ സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അപ്പൊ തന്നെ എന്താണ്? നമ്മുടെ റീജിയനിലുണ്ടാ എല്ലാ കാര്യങ്ങൾക്കും നല്ല ഡെവലപ്മെന്റ്സ് ഉണ്ടാകും. ഇതായിരുന്നു സേവാഗ്രാം എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെന്റിന്റെ പ്രാധാന്യം. അപ്പോൾ സേവാഗ്രാം എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്ത വർഷം ചോദിച്ചാൽ 1936. ഇത് ലീഡ് ചെയ്ത വ്യക്തി ആരെന്ന് ചോദിച്ചാലാണ് മഹാത്മാഗാന്ധി. എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? മഹാരാഷ്ട്രയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് എന്തെല്ലാം കാര്യങ്ങൾ ഫോക്കസ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൽഫ് സഫീഷ്യന്റ് ആയിട്ടുള്ള വില്ലേജുകളെ വാർത്തെടുക്കാൻ ശ്രമിച്ചു. സിമ്പിൾ ലിവിങ് ആൻഡ് ഹൈ തിങ്കിങ് എന്നൊരു കൺസെപ്റ്റ്, അതായത് വ്യക്തികളുടെ ജീവിതത്തിൽ വരേണ്ട മാറ്റങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. അതേപോലെ ഗ്രാമങ്ങൾ എക്കണോമിക്കലി ഇൻഡിപെൻഡന്റ് ആകണം എന്നൊരു കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചു. അതുപോലെ സോഷ്യൽ ഇക്വാലിറ്റി എന്നൊരു കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചു. പിന്നെ ഇതിലെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളായിട്ട് പറയുന്നതാണ് ഒന്ന് സ്വദേശി, അതായത് നമ്മൾ ലോക്കൽ ഗുഡ്സിന്റെ യൂസേജ് പ്രൊമോട്ട് ചെയ്തു. അതേപോലെ നമ്മുടെ ഗ്രാമങ്ങളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന തുണിത്തരങ്ങൾ പ്രൊമോട്ട് ചെയ്തു. പിന്നെ ചെറുകിട വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകി. പിന്നെ വ്യക്തികളുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഹൈജീന്, രണ്ട് എന്ന് പറയുന്നത് നോൺ വയലൻസ് ആൻഡ് ട്രൂത്ത്. ഇത്രയുമാണ് ഗാന്ധിയൻ എക്സ്പെരിമെന്റ് എന്ന രീതിയിൽ ആദ്യകാലത്ത് വന്ന ഈ ഒരു പദ്ധതിയെക്കുറിച്ച് നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുൻപ് സാമൂഹ്യക്ഷേമ മേഖലയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ആദ്യമായി ഇംപ്ലിമെന്റ് ചെയ്ത ചില പദ്ധതികളെക്കുറിച്ചാണ് പഠിച്ചത്. ആ പദ്ധതികൾക്കെല്ലാം എന്തായിരുന്നു? സ്ഥലങ്ങളുടെ പേരുകളായിരുന്നു. മാർത്താണ്ഡം എക്സ്പെരിമെന്റ്, ഗുർഗാവോൺ എക്സ്പെരിമെന്റ്, അത് രണ്ട് സ്ഥലങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. പിന്നെ ശ്രീനികേതൻ, അത് ടാഗോറുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. അതേപോലെ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട അടുത്ത പദ്ധതി വന്നു. അപ്പോൾ ഇവിടെ 4 മേഖലകളിൽ, മഹാരാഷ്ട്ര, ബംഗാള്, പഞ്ചാബ്, മദ്രാസ്, ആ മേഖലയിലുള്ള ഗ്രാമീണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുവാനും സാമ്പത്തിക ഭദ്രത ഉണ്ടാകാനും അതേപോലെ വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകാനും ഒക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പദ്ധതികളായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഡയറക്റ്റോ സ്റ്റേറ്റ്മെന്റോ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമാണ്. കൃത്യമായി റിവൈസ് ചെയ്ത് പഠിക്കുക. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക്